അവസാനമായിട്ട് നമ്മളെ ഏലക്കയും ജീരകവും ഒരു നുള്ളുപ്പും കൂടിയേ പൊടിച്ചത് കണ്ടതാ അതും ഇട്ട് ഒരു മുറി തേങ്ങ ചെരുകിയതും ഇട്ട് പായസം റെഡി. നിങ്ങൾ വിചാരിക്കുന്നതിപ്പോൾ ഗീതച്ച് പറയുന്നത് ഇതങ്ങനെയാണ്. എനിക്ക് പായസം കുടിക്കാൻ തോന്നി ഞാനൊരു പായസമാക്കി. പണ്ടിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ എൻ്റെ അച്ഛനെല്ലാം ഉണ്ടല്ലോ വീട്ടിൽ നിന്ന്, അച്ഛൻ്റെ ഒരു മധുര കൊതിയാണ് എൻ്റെ അച്ഛൻ. പിന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വൈകുന്നേരം നല്ല തണുപ്പും മഴയിലുള്ള സമയത്ത് നമ്മളോട് അറിയും ഒരു പായസം കുടിച്ചാലോ എന്ന്. അന്നേരം അമ്മക്ക് ഇങ്ങനെ ദേഷ്യം വരും. അമ്മ പണിയെടുത്ത് ഒതുക്കി ഒരു മൂലയ്ക്ക് ഇരിക്കുന്നതാണ്. എന്നാലും അമ്മക്ക് ലേശം മധുര ഫ്രീ ആയതുകൊണ്ട് വേഗം പോയി ലേശം റേഷൻ പച്ചരി എടുത്താൽ നല്ല റേഷൻ പച്ചരി ആയില്ലോ. ഇന്ന് നമുക്കും അതേയില്ലോ. റേഷൻ പച്ചരി എടുത്ത് 2 അണി വെല്ലം ഇട്ട് ഒരു മുറി തേങ്ങയും ഇട്ട് എൻ്റെ മക്കളെ ആ തണുപ്പിന് കുടിക്കാറുണ്ട് ഒരു സുഖം. അങ്ങനെ ഇന്ന് എനിക്ക് തോന്നി ഞാൻ കുടിച്ചു. ഇത് റേഷൻ പച്ചരി കേട്ടോ. ഞാൻ എന്തെല്ലാം ഇട്ടിട്ട് നിങ്ങളോട് ആദ്യം പറയാം. ലേസർ പച്ചരി, നല്ല പച്ചരി ഉണ്ടെങ്കിൽ നല്ല പച്ചരി എടുത്തു. ഇവിടെ റേഷനില്ല, റേഷൻ പച്ചരി. പിന്നെ കുറച്ചൊരു 1/4 കിലോ വെല്ലം, പിന്നെ ഏലക്കയും ജീരകവും എല്ലാം കൂടി പൊടിച്ചത്, പിന്നെ ഒരു നുള്ളുപ്പ്. ആ ഉപ്പ് ഇടുന്നത് ഒരു രസം ക്രമീകരിക്കാനാണ് കേട്ടോ. ഉപ്പ് പിന്നെ ഇതെല്ലാം കൂടിയിട്ട് ഒരു മുറി പിന്നെ തേങ്ങ ചെരുകിയതും കൂടി ഇട്ടാൽ അടിപൊളി പായസമായി മക്കളെ. ഇന്നല്ലേ പാൽപ്പായസം മറ്റേതല്ല, പണ്ടെല്ലാം എല്ലാ വീട്ടിലും ഇതല്ലേ വെക്കാൻ തോന്നി അന്നേരം വെക്കും പായസം. നല്ല അടിപൊളി പായസം. ഇല്ല ഇതാ കണ്ടില്ലേ ഈ രമ്പേല ഉണ്ട്. നിങ്ങൾ രമ്പേല അന്ന് കിതച്ച് കാണിച്ചില്ല, ഒരു മണൂലേല. ഈ ഇല ഏത് റേഷൻ അരിയിലോ ഏത് പുഴുത്തരിയിലോ ഇട്ടാലും നല്ല ഗന്ധകശാല അരിയുടെ മണം പേരും കേട്ടോ. അതിന് അങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ട്. എന്നാൽ പിന്നെ നമുക്ക് ടേസ്റ്റ് നോക്കിയാലോ. പായസമായ പിന്നെ കണ്ടില്ലേ എങ്ങനെയുണ്ട് നോക്കിയിട്ട് നല്ല നാടൻ അരി പായസം കേട്ടോ. നാവ് പൊള്ളുമല്ലോ ഇപ്പം കുടിച്ചു നോക്കി അറിയാം. കൊതി വരുന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് ആക്കും. അല്ലാണ്ട് ഗീതച്ചോട്ട് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. എന്നാലും ഇവിടെ നിർത്തുമെന്ന് ഗീതച്ച് പിന്നെ കുഞ്ഞു വീഡിയോയിൽ നാളെ വരാം. ഭയങ്കര തണുപ്പാ മക്കളെ.